ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സോൾമേറ്റിനെ കുറിച്ചാണ്. എല്ലാവരും ഒരുപാട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് സോൾമേറ്റ്. ആരാണ് നിങ്ങളുടെ സോൾമേറ്റ്, അല്ലെങ്കിൽ എന്താണ് സോൾമേറ്റ്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ചിലരൊക്കെ സ്റ്റാറ്റസ് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, ഒടുവിൽ ഞാൻ എൻ്റെ സോൾമേറ്റിനെ കണ്ടെത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ആദ്യ പ്രണയത്തിൽ വീഴുന്നവരും കല്യാണം ഉറപ്പിക്കുന്നവരും പതിവായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റസാണിത്. ചിലർക്ക് അവരുടെ ആത്മനാഥനെ അല്ലെങ്കിൽ നാഥയെ കണ്ടെത്തിയ ഒരു സന്തോഷമായിരിക്കും ഇതിൽ. ചിലർക്ക് തങ്ങൾക്കും കിട്ടി ഒരു പങ്കാളിയെ എന്നറിയിക്കാനുള്ളൊരു സന്തോഷം. എന്തു തന്നെ ആയാലും ഈ അടുത്ത കാലത്ത് നമ്മൾക്കിടയിൽ ഇത്രയധികം പ്രചാരം തേടിയ ഒരു വാക്കില്ല. അതാണ് സോൾമേറ്റ്. എന്താണ് സത്യത്തിൽ സോൾമേറ്റ്? എന്തിനാണ് സോൾമേറ്റിനെ കണ്ടെത്താൻ ആളുകൾ ഇത്ര ബുദ്ധിമുട്ടുന്നത്? എന്തുകൊണ്ടായിരിക്കും സോൾമേറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര സന്തോഷം? വിദേശികൾ ആഘോഷമാക്കി ഇപ്പോൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് സോൾമേറ്റ്. ആത്മാവിൻ്റെ പാതി, തനിക്ക് വേണ്ടി ജനിച്ച പങ്കാളി എന്നിങ്ങനെ നിരവധി അർത്ഥങ്ങളും നിർവചനങ്ങളുമുണ്ട് സോൾമേറ്റിന്. സോൾമേറ്റിനെ എങ്ങനെ തിരിച്ചറിയാം എന്നാണ് ചിലരുടെ സംശയം. എന്നാൽ അത്തരം സംശയം പുലർത്തുന്നവർക്ക് ഇതാ ചില സോൾമേറ്റ് ടിപ്സ്. സോൾമേറ്റിനെ എങ്ങനെ തിരിച്ചറിയാം എന്നാണ് ചിലരുടെ സംശയം. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അതിനുവേണ്ടിയുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ അത് സംഭവിക്കട്ടെ എന്ന് പറയാം. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചൊന്നും ആർക്കും തങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്താൻ സാധിക്കില്ല. വളരെ നാച്ചുറൽ ആയിട്ട് നടക്കേണ്ട ഒരു പ്രക്രിയയാണിത്. ഒരാളെ കാണുമ്പോൾ മനസ്സിലും ശരീരത്തിലും ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷവും ഉന്മേഷവും തോന്നുക. ഇയാൾക്ക് വേണ്ടിയാണ് ഇത്രയും കാലം അലഞ്ഞതെന്ന് തോന്നുക. ഇനി അങ്ങോട്ടുള്ള ജീവിതം ഇയാൾ കൂടെ ഇല്ലെങ്കിൽ അപൂർവമാണെന്ന ചിന്ത തുടങ്ങി അല്പം നാടകീയമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ഇതാണ് നിങ്ങളുടെ സോൾമേറ്റ്. അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ കുറവുകളെ ആസ്വദിക്കുക. കുറവുകളും കുറ്റങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം മറ്റൊരാൾ ചെയ്താൽ നമ്മൾ പ്രതികരിക്കുക സ്വാഭാവികമാണ്. എന്നാൽ നമ്മുടെ സോൾമേറ്റ് ചെയ്യുന്ന ചെറിയ തെറ്റുകളും അവർക്കുള്ള കൊച്ചു കൊച്ചു കുറവുകളും നമ്മൾ പലപ്പോഴും കണ്ടില്ലെന്ന് വെക്കും. അവരോടുള്ള അന്ധമായ സ്നേഹവും വിശ്വാസവുമാണ് ഇതിന് കാരണം. ചിലപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാവും. അടുത്തതായിട്ട് പറയാൻ പറ്റുന്നത് മനപ്പൊരുത്തം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ പറയാനോ പോകുമ്പോൾ ഞാനും അത് തന്നെയാണ് പറയാൻ വന്നത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ തുടങ്ങി പരസ്പരമുള്ള ചിന്തകളിലും ഒന്നിച്ചുള്ള സ്വപ്നങ്ങളിലും മുഴുകി കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് സോൾമേറ്റ്സ്. പങ്കാളിയുടെ മനസ്സ് മനസ്സിലാക്കാനും അവരുടെ ചിന്തകളെ വായിച്ചെടുക്കാനും അതിന് കഴിയുമ്പോഴേ അവർ സോൾമേറ്റ്സ് ആകുന്നുള്ളൂ. മനസ്സ് വായിക്കാൻ മെന്റലിസം പഠിക്കണമെന്നില്ല, മറിച്ച് ശുദ്ധ സ്നേഹത്തിന്റെ കാമ്പ് ഉള്ളിലുണ്ടായാൽ മതിയെന്ന് പറയുന്നത് വെറുതെയല്ല. അടുത്തതായിട്ടുള്ളത് സുരക്ഷിതത്വമാണ്. ഈ ലോകത്തിലുള്ള എന്തിനേയും ഏതിനേയും എതിർക്കാനും നേരിടാനും തനിക്ക് കഴിയുമെന്നുള്ള തിരിച്ചറിവാണ് സോൾമേറ്റിന്റെ സാന്നിധ്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുവരെ നമ്മൾ ആരായിരുന്നുവോ എന്തായിരുന്നെന്നോ തുടങ്ങിയ കാര്യങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. അവരോടൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത മനസ്സമാധാനവും സുരക്ഷിതത്വവും അനുഭവപ്പെടും. ഇത് ചിലപ്പോൾ നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തേക്കാം. അടുത്തതായിട്ട് പറയാൻ പറ്റുന്നത് കണ്ണും കണ്ണും തമ്മിൽ കഥകൾ കൈമാറുന്ന കാര്യമാണ്. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ കാലങ്ങൾ പോകുന്നത് അറിയുമോ എന്ന കവി ഭാവനയുടെ അത്രയും വരില്ലെങ്കിലും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അത് നമ്മുടെ സോൾമേറ്റിന്റെ കണ്ണിലേക്കാണെങ്കിൽ ചിലപ്പോൾ കാലങ്ങൾ കടന്നു പോകുന്നത് നമ്മൾ അറിയില്ല. കണ്ണുകൾ കൊണ്ട് കഥ പറയാനും കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന് കാലങ്ങൾ കഴിച്ചുകൂട്ടാനും ഒരാളെ കിട്ടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത്തരം ഭാഗ്യ ജോഡികളെയാണ് സോൾമേറ്റ് എന്ന് വിളിക്കുന്നതും.